നമസ്കാരം. ഗൾഫ് ഇൻസൈറ്റിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആണവ വിഷയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീങ്ങിയതോടെ രാജ്യാന്തര സമൂഹത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇറാൻ. ഇറാൻ്റെ ഈ തിരിച്ചുവരവ് സൃഷ്ടിക്കാൻ പോകുന്ന ഗുണദോഷങ്ങളിലേക്കാണ് അറബ് മേഖല ഉറ്റുനോക്കുന്നത്. ഇറാൻ്റെ തിരിച്ചുവരവ് എണ്ണ വിപണിയിലും പ്രതിഫലിച്ചു തുടങ്ങി. ഉപരോധങ്ങൾ നീങ്ങിയതോടെ പതിറ്റാണ്ടുകളായി കെട്ടിയടയ്ക്കപ്പെട്ടിരുന്ന വാതിലുകൾ തുറന്ന് രാജ്യാന്തര സമൂഹത്തിലേക്ക് കടക്കുകയാണ് ഇറാൻ. ആണവ പരീക്ഷണങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താമെന്ന ഉറപ്പ് ഇറാൻ പാലിച്ചുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചതോടെയാണ് സംഘം ചേർന്നുള്ള ഒറ്റപ്പെടുത്തൽ ലോകശക്തികൾ അവസാനിപ്പിച്ചത്. പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ വാക്കുകൾ കടമെടുത്താൽ ലോകവുമായുള്ള ഇറാന്റെ ബന്ധത്തിൽ പുതിയ ഒരധ്യായം കൂടി തുറന്നിരിക്കുന്നു. മറ്റു രാജ്യങ്ങളുമായി വാണിജ്യ, വ്യാപാര, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ഇറാനു മുന്നിൽ തുറന്നിരിക്കുന്നത്. വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പലവിധ ദുരിതങ്ങളും അവസാനിക്കും. ഇക്കാരണത്താലാണ് ഉപരോധം നീക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങളുമായി ഇറാൻ ജനത തെരുവുകൾ കീഴടക്കിയത്. അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനത്തിൻ്റെയും ആഗോള വിപണിയുടെയും ഭാഗമാകുന്നത് ഇറാന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമാകും. എന്നാൽ ലോകത്തെ 4ാമത്തെ വലിയ എണ്ണ ഉൽപാദക രാഷ്ട്രമായ ഇറാന്റെ വിപണി പ്രവേശത്തെ ആശങ്കയോടുകൂടിയാണ് അറബ് മേഖല വിലയിരുത്തുന്നത്. ഇറാന്റെ കടന്നുവരവോടുകൂടി പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണവില വീണ്ടും താഴാനുള്ള സാധ്യതകളാണ് മുന്നിൽ നിൽക്കുന്നത്. ഉപരോധങ്ങൾ നീക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ എണ്ണവില വീണ്ടും താഴ്ന്നത് ഇതിന്റെ സൂചനയാണ്. വിപണി തുറന്നു കിട്ടിയതോടെ എണ്ണയുൽപാദനം കുത്തനെ കൂട്ടാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഈ രാഷ്ട്രം. വൻതോതിൽ കയറ്റുമതി ചെയ്യാനാകും വിധം കൂടുതൽ എണ്ണ ശേഖരവും ഇറാനിലുണ്ട്. പ്രതിദിനം 5 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ അധികമായി കയറ്റുമതി ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇറാൻ എണ്ണ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഉൽപാദന കൂടുതലും കനത്ത വിലയിടിവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വിപണിയിലേക്ക് ഇറാന്റെ എണ്ണ കൂടിയെത്തുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകാനാണ് സാധ്യത. എണ്ണ വരുമാനത്തെ കേന്ദ്രീകരിച്ചുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഇപ്പോൾ 2015 US-ൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൂടിയതും അതുപോലെ തന്നെ അവർ 40 വർഷക്കാലത്തെ ഓയിൽ എക്സ്പോർട്ടിൻ്റെ ബാൻ മാറ്റിയ സാഹചര്യം, ഒപ്പക്ക് രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ ചെയ്യില്ല എന്നുള്ള ആ ഒരു കാര്യവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെയധികം ഒരു സമ്മർദ്ദമായിരുന്നു അവരുടെ ആ വളർച്ചാ നിരക്കിനുണ്ടായിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ആഴ്ച ഇറാൻ്റെ ഉപരോധം മാറ്റിയിട്ട് ഇറാൻ്റെ ഓയിൽ വിപണികളിലേക്ക് വരുന്ന ആ ഒരു വാർത്തയും വന്നത്. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ചാ നിരക്കിന് അത് ഏറ്റവും വളരെ നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം ബാരലോളമാണ് പ്രതിദിനം ഇറാനിൽ നിന്ന് വരുവാനുള്ള സാഹചര്യം. അത് 2-3 മാസങ്ങൾ കഴിയുമ്പോൾ അത് 10 ലക്ഷം വരെ ആവാനുള്ള സാധ്യതകൾ റിപ്പോർട്ടുകളിൽ കാണിക്കുന്നുണ്ട്. അതേസമയം ഉപരോധങ്ങൾ അവസാനിച്ചതുമൂലം ഗൾഫ് രാഷ്ട്രങ്ങളും ഇറാനും തമ്മിലുണ്ടായ മികച്ച വാണിജ്യ വ്യാപാര ബന്ധം വീണ്ടും സജീവമാകാനുള്ള സാധ്യതകളും മുന്നിൽ നിൽക്കുന്നുണ്ട്. എണ്ണ വരുമാനത്തിൽ കുറവ് വരുമ്പോൾ എണ്ണേതര ഉൽപ്പന്നങ്ങളുടെ പുനർകയറ്റുമതിയിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചേക്കും. 2011 ശേഷം ഓരോ വർഷവും UAE-യിൽ നിന്ന് ഇറാനിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു വരികയാണ്. അപ്പം ഏതാണ്ട് $3000 കോടി വരുമാനം അതുവഴി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇതുപോലെ തന്നെ ഇറാനിലെ കമ്പോളത്തിൽ അത് പ്രതിഫലിച്ചത് അവിടെ ക്രയവിക്രയങ്ങൾ കുറയുകയാണ്. ഇറാൻ കമ്പോളത്തിൽ അവിടെ ഇവിടുന്ന് ഉൽപ്പന്നങ്ങൾ പോകുന്നില്ല, അവർക്ക് ആവശ്യമായ പല ഉൽപ്പന്നങ്ങളും പോകുന്നില്ല. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, ഇപ്പം പല ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും പോകുന്നില്ല. മാത്രമല്ല ഇപ്പം ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല ട്രേഡിംഗ് കമ്പനികളും കരിമ്പട്ടികയിൽപ്പെടുകയുണ്ടായി, ഈ അമേരിക്കയുടെ കരിമ്പട്ടികയിൽ പെടുകയുണ്ടായി. സ്വാഭാവികമായും അവർക്ക് വ്യാപാരം നടത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മോചിതമാവുകയാണ്, ഗൾഫ് മോചിതമാവുകയാണ്, ഇറാനും മോചിതമാവുക. ഷിയ സാമ്രാജ്യം ലക്ഷ്യമിടുന്ന ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് കടന്നപ്പോൾ മുതലാണ് ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള അകൽച്ചയുടെ തുടക്കം. എന്നാൽ ഉപരോധം നീങ്ങുന്ന ഘട്ടത്തിൽ അത് കൂടുതൽ മോശമായിരിക്കുന്നു. സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. എന്നാൽ മേഖലയ്ക്കാകെ ഭീഷണി ഉയർത്തി വളരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇരു കൂട്ടർക്കും പൊതുശത്രു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉപരോധം നീക്കപ്പെട്ടതിനൊപ്പം തന്നെ ഇറാൻ അറബ് ബന്ധം കൂടി മെച്ചപ്പെടുന്നതാണ് മേഖലയ്ക്ക് നല്ലത്. ഇറാന്റെ രാജ്യാന്തര സമൂഹത്തിലേക്കുള്ള പുനഃപ്രവേശം പൂർണ്ണമാകണമെങ്കിലും ഇത് അനിവാര്യം തന്നെയാണ്. എപ്പോൾ എവിടെ കണ്ടാലും നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒന്നാണ് ത്രിമാന ചിത്രകല. ത്രിമാന ചിത്രകലയെ ഉപാസിക്കുന്ന ഒരു കലാകാരൻ ഇവിടെ UAE-യിലുണ്ട്. റിയാസ് റഹ്മാൻ എന്ന ആ ചിത്രകാരൻ്റെ വിശേഷങ്ങളാണ് ഇനി ഗൾഫ് ഇൻസൈറ്റിൽ. യഥാർത്ഥ വസ്തുവിൻ്റെ ത്രിമാനകതയെ അതേപടി ക്യാൻവാസിലേക്ക് പകർത്തുക. വരയും യഥാർത്ഥ വസ്തുവും തമ്മിൽ വേർതിരിച്ചറിയാനാകാത്ത വിധമുള്ള രചനാരീതി. ത്രിമാന ചിത്രീകരണം എന്നറിയപ്പെടുന്ന ഈ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് റിയാസ് റഹ്മാൻ എന്ന കലാകാരൻ. ചിത്രരചനാ വൈഭവവും സാങ്കേതിക തികവും ഒത്തുചേരുമ്പോൾ ത്രിമാന ചിത്രങ്ങൾ ജന്മമെടുക്കുന്നു. അധികമാരും കടന്നുവരാത്ത ഈ ചിത്രരചനാ ശൈലിയെ ഉപാസിക്കുകയാണ് ഈ കലാകാരൻ. ജലച്ചായത്തിലും ചാർക്കോളിലുമെല്ലാം ചിത്രരചന നടത്തിയിരുന്ന റിയാസ് റഹ്മാൻ 2011 മുതലാണ് ത്രിമാന ചിത്രകലയെ ഉപാസിച്ചു തുടങ്ങിയത്. വിദേശങ്ങളിൽ ഏറെ പ്രചാരമുള്ള ഈ ശൈലി മറ്റു പരിശീലനങ്ങളൊന്നും കൂടാതെ കഠിന പ്രയത്നത്തിലൂടെയാണ് റിയാസ് സ്വായത്തമാക്കിയത്. പ്രത്യേക ദിശയിൽ നിന്ന് നോക്കുമ്പോൾ ത്രിമാന കാഴ്ച നൽകുന്ന ചിത്രങ്ങൾക്കു വേണ്ടി എത്ര സമയവും ചെലവഴിക്കാൻ റിയാസ് തയ്യാറാണ്. അതുതന്നെയാണ് ഈ കലാകാരൻ്റെ വിജയവും. ഇത് ഞാൻ 2013 ഒരു 2 വർഷം മുമ്പ് വരച്ചൊരു 3D ഡ്രോയിങ് ആണ്. ഈ ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഫുൾ കളർ പെൻസിൽ എന്നാണ് മീഡിയം ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. അതായത് കളർ പെൻസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറൻറ്റ് മീഡിയം റിയലിസ്റ്റിക് ഫീൽ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മീഡിയം അല്ല, മെയിനായിട്ട് 3D ഡ്രോയിങ് എന്ന് പറയുന്ന മെത്തേഡാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ 3D ഡ്രോയിങ്ങിന് കളർ പെൻസിൽ ഉപയോഗിച്ച് വരച്ചാണ്. ഇതിൻ്റെ മെയിൻ ഇത് നമ്മളിപ്പോൾ വിഷ്വലി നോക്കുമ്പോൾ ഇതിന് നമുക്കൊരു 3D ഫീൽ കിട്ടത്തില്ല. എങ്കിലും നമ്മളൊരു പ്രോപ്പർ ആംഗിളിൽ അത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്നതിനേക്കാളും ഒരു ക്യാമറ കണ്ണിലൂടെ നോക്കിയാൽ അതിന് പക്ക ഒരു 3D ഒബ്ജക്റ്റിൻ്റെ ഫീൽ തന്നെ കിട്ടും. ഇത് ഒരു ടോയ് ആണ്. ഒരു 2 വർഷം മുമ്പ് എനിക്ക് റെഫറൻസായി കിട്ടിയ ഒരു ടോയ് ഞാൻ വെച്ചിട്ട് ആ ഒരു ടോയ് നോക്കി വരച്ചതാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം എടുത്തു. അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ലെങ്കിലും 2 ആഴ്ചയോളം എടുത്തു എനിക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. മാക്സിമം 3D ഡ്രോയിങ്ങിൻ്റെ മെയിൻ അതായത് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയാം. നമ്മൾ വരയ്ക്കുമ്പോൾ ഓരോ പ്രാവശ്യം വരച്ച് കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. വീണ്ടും നമ്മൾ ക്യാമറയിലൂടെ നോക്കി അതിൻ്റെ ഫിനിഷിങ് കൺഫേം ചെയ്ത ശേഷം മാത്രമേ നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് നമുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിലും ഒരാളുടെ അടുത്ത് കാണിക്കണമെങ്കിലും അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. വസ്തുവിൻ്റെ ത്രിമാന രൂപം മനസ്സിൽ ആവാഹിക്കുക എന്നതാണ് ചിത്രരചനയുടെ ആദ്യ പടി. പിന്നീട് സമയമെടുത്ത് അത് ക്യാൻവാസിലാക്കും. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാലും കണ്ണിന് മുന്നിലെ വസ്തുവിൻ്റെ ത്രിമാന കാഴ്ചയെ ക്യാൻവാസിൽ പകർത്തുന്നതിൽ റിയാസ് വിട്ടുവീഴ്ചയ്ക്കില്ല. ക്ഷമയാണ്
ഈ കലാസൃഷ്ടിക്ക് ഏറ്റവും അധികം വേണ്ടതെന്നാണ് റിയാസിന്റെ പക്ഷം. ചില ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ 2 ആഴ്ചയിലധികം വേണ്ടിവരും. ചിത്രത്തോടൊപ്പം അതിൻ്റെ ത്രിമാനകതയെ എടുത്തുകാട്ടുന്ന ഒരു വസ്തുവും കൂടി ചേർക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ലഭിക്കുക. ഡ്രോയിങ്ങിന് എപ്പോഴും ഒരു റിയലിസ്റ്റിക് ഫീൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റുമായി അതിൽ നമ്മുടെ ഒബ്ജക്റ്റുകളുമായി കൂടിച്ചേർന്ന് പോകുമ്പോഴാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു വെറൈറ്റി കണ്ടെത്താൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു നൈഫിൽ ജസ്റ്റ് ഹാൻഡ് നമ്മൾ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൈഫിൽ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ പിടിക്കുന്നോ ആ ഒരു ഫീൽ തന്നെ നമുക്ക് ആ ഒരു ഇമേജിന് കിട്ടും. അതാണ് ഇതിന് ഞാൻ മെയിനായിട്ട് കണ്ടെത്തിയ ഒരു പ്രത്യേകത. പിന്നെ ഇതിലും യൂസ് ചെയ്തിരിക്കുന്ന മീഡിയം കളർ പെൻസിലാണ് ടോട്ടൽ യൂസ് ചെയ്തിരിക്കുന്നത്. കളർ പെൻസിൽ കുറച്ചും കൂടെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, കളർ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും, കുറച്ചും കൂടെ സിമ്പിളാണ്. ത്രിമാന കാഴ്ചയെ അതേപടി ക്യാൻവാസിലാക്കാൻ ചാർക്കോളും കളർ പെൻസിലും അടക്കം എന്തും റിയാസിന് മാധ്യമമാണ്. ഓരോ ചിത്രത്തിലും വ്യത്യസ്തത കൊണ്ടുവരാനാണ് മറ്റൊരു ശ്രമം. ഫേസ്ബുക്കിലാണ് റിയാസ് തൻ്റെ പുതിയ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ത്രിമാന ചിത്രങ്ങളുടെ 3 പ്രദർശനങ്ങൾ കേരളത്തിൽ ഇതിനകം തന്നെ റിയാസ് നടത്തിക്കഴിഞ്ഞു. UAEയിലും ചിത്രപ്രദർശനം നടത്തണമെന്നതാണ് ഈ കലാകാരൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ദുബായിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ ഈ തിരുവനന്തപുരം വിതുര സ്വദേശിക്ക് ജോലിക്ക് ശേഷമുള്ള സമയം അത്രയും ചിത്രരചനയ്ക്കുള്ളതാണ്. ഇത് രാത്രി ഏറെ വൈകി തുടരുമ്പോഴും ഒപ്പം താമസിക്കുന്ന സുഹൃത്തുക്കൾ പൂർണ്ണ പിന്തുണ നൽകുന്നു. ഒപ്പം തന്നെ രക്ഷിതാക്കളുടെ പ്രോത്സാഹനവും റിയാസിന് ഏറെ ഊർജം നൽകുന്നതാണ്. പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിനും സമ്മർദ്ദങ്ങൾക്കുമിടയിൽ ത്രിമാന ചിത്രകലയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് റിയാസ് റഹ്മാൻ. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്ന ഒരു മനോഹര കേന്ദ്രം പരിചയപ്പെടുത്തുകയാണ് ഇനി ഗൾഫ് ഇൻസൈറ്റ്. റാസൽ കൈമയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന കണ്ടൽ കാടുകളാണ് അത്. കാണാം ആ സുന്ദര പ്രദേശത്തിൻ്റെ വിശേഷങ്ങൾ. കടലിനോട് ചേർന്ന് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സുന്ദരതീരം, അതിനോട് ചേർന്ന് പച്ച വിരിച്ചു നിൽക്കുന്ന കണ്ടൽ വനങ്ങൾ. റാസൽ ഖൈമ എത്തുന്നതിന് മുൻപ് പ്രധാന റോഡിൽ നിന്നും ഒരു കുന്ന് കയറിയിറങ്ങിയാൽ കാണുന്ന അപ്രതീക്ഷിത കാഴ്ചകളാണിത്. പെട്ടെന്ന് മറ്റേതോ ദേശത്ത് എത്തിയതായി പോലും തോന്നും. കണ്ണിന് കുളിർമയേകുന്ന ഇത്തരം അനവധി കാഴ്ചകളാണ് റാസൽ ഖൈമയിലെ ഈ പ്രദേശം സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെ ആർക്കും ഏത് സമയത്തും ഇവിടേക്ക് കടന്നുവരാം. ഇടവിട്ട് നിൽക്കുന്ന കണ്ടൽ ചെടികളും അതിനു ചുറ്റുമുള്ള ജൈവസമ്പുഷ്ടമായ മണൽ പരപ്പുമാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത. വിരുന്നെത്തിയ ദേശാടന പക്ഷികളും ഈ മനോഹര തീരത്തെ ആകർഷകമാക്കുന്നു. ഫ്ലെമിംഗോകളടക്കം ചെറുതും വലുതുമായ നിരവധി പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽക്കാടുകളും മണൽ പരപ്പും. പ്രധാന റോഡിൽ നിന്നും ഈ മണൽപ്പരപ്പ് വരെ വാഹനത്തിൽ എത്താനും കഴിയും. വാരാന്ത്യ അവധിയും ഒഴിവ് സമയങ്ങളുമെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിൽ കുട്ടികളും കുടുംബവുമൊക്കെയായി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കേന്ദ്രമാണ് ഇത്. ഇവിടെ എവിടെ വേണമെങ്കിലും കൂടാരങ്ങൾ കെട്ടി ഭക്ഷണം പാകം ചെയ്ത് ഒഴിവ് സമയം ആഘോഷമാക്കാം. പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന സായാഹ്നങ്ങൾ ചെലവഴിക്കാം. Yeah, it is a nice place for holiday, but it's not yet developed. Means no much people know about it.
So it's just you have to come and you just see and you have to go back, because there are so many birds also here. I saw some flamingos and lots of birds. So that might be reserved. So you should not spoil this place. ഞണ്ടുകളും കക്കയും മത്സ്യങ്ങളുമെല്ലാം ചേർന്ന് ജൈവസമ്പുഷ്ടമാണ് ഈ പ്രദേശം. വേണമെങ്കിൽ മുട്ടോളം പോലും ആഴമില്ലാത്ത തണുത്ത വെള്ളക്കെട്ടിലിറങ്ങാം. ഇങ്ങനെ മനസ്സിനും ശരീരത്തിനുമെല്ലാം കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ് ഈ പ്രദേശം സമ്മാനിക്കുക. ഒരുപക്ഷെ മലയാളികളെ ആയിരിക്കാം ഈ പ്രദേശം ഏറ്റവും അധികം ആകർഷിക്കുക. ചിലർക്ക് നാട്ടിലെത്തിയ പ്രതീതിയാണ് ഈ മണൽപ്പരപ്പും കണ്ടൽ ചെടികളുമെല്ലാം നൽകുന്നത്. എന്നാൽ പ്രധാന പാതകളിൽ നിന്നാൽ കാണാൻ കഴിയാത്ത വിധം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാവാം ഈ പ്രകൃതി വിസ്മയത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. സഞ്ചാരികളുടെ അത്ര വലിയ തിരക്കും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ വാരാന്ത്യ അവധിയും ഒഴിവ് സമയങ്ങളും ചെലവഴിക്കാൻ പുതിയ കേന്ദ്രങ്ങൾ തേടുന്നവർക്ക് പറ്റിയ ഇടമാണ് ഇത്. ഇനിയൊരു കല്യാണ ചമയ പ്രദർശനം കാണാം. എമറാത്തി സംസ്കാരം തുളുമ്പി നിൽക്കുന്ന കല്യാണ വസ്ത്രങ്ങളും ചമയങ്ങളുമാണ് അജ്മാൻ പാലസ് ഹോട്ടലിൽ പ്രദർശിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങളും പ്രദർശനത്തിൽ പങ്കാളികളായി. ഒരു വിവാഹം ആഘോഷമാക്കാൻ എന്തൊക്കെ വേണമോ അതൊക്കെയുണ്ട് അജ്മാൻ പാലസ് ഹോട്ടലിലെ പ്രദർശനത്തിൽ. വിവാഹ വസ്ത്രങ്ങൾ മുതൽ കല്യാണ മണ്ഡപം വരെ ഇവിടെ പ്രദർശനത്തിനുണ്ട്. അലങ്കാര വളകൾ, മാലകൾ, മോതിരങ്ങൾ തുടങ്ങി വിവിധ തരം ആഭരണങ്ങളും വധുവിനെ അണിയിക്കാനുള്ള ഗൗണുകളും എല്ലാം പ്രദർശനത്തെ വ്യത്യസ്തമാക്കി. വധൂവരന്മാർക്കുള്ള അത്യാധുനിക വിവാഹ വസ്ത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ മോഡലുകളും പ്രദർശനത്തിന് കൊഴുപ്പേകി. പാരമ്പര്യവും ആധുനികതയുമെല്ലാം സമന്വയിപ്പിച്ച വിവിധ തരം ആഭരണങ്ങളാണ് വെഡ്ഡിംഗ് ഫെയറിന്റെ മറ്റൊരു ആകർഷണം. സ്വർണം, പ്ലാറ്റിനം, വജ്രം തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുള്ള ആഭരണങ്ങളുടെ നിരവധി മോഡലുകൾ പ്രദർശനത്തിനെത്തി. വധൂവരന്മാർക്കൊപ്പം ബന്ധുക്കൾക്കും ധരിക്കുന്നതിനുള്ള പ്രത്യേക വിവാഹ വസ്ത്രങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി. മുന്തിയ ഇനം വാച്ചുകൾ, പാദരക്ഷകൾ തുടങ്ങിയവയും ശ്രദ്ധയാകർഷിച്ചു. വിവാഹ ചടങ്ങുകൾ ഗംഭീരമാക്കുന്നതിനുള്ള അലങ്കാര ലൈറ്റുകളും വിവിധ തരം പൂക്കളുമെല്ലാം പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. വിവിധ തരം ഭക്ഷണ ഇനങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. എമറാത്തി ആതിഥേയത്വത്തിന്റെ അനുഭവം പകർന്നു കൊടുക്കുന്നതിനായാണ് അജ്മാൻ പാലസ് ഹോട്ടൽ കല്യാണ ചമയങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ പ്രദർശനത്തിന്റെ വൻ വിജയം ഇത്തവണ അത് വീണ്ടും നടത്താൻ പ്രേരിപ്പിച്ചുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 2 years ago I thought about it. I had great experience in developing wedding fairs from overseas, so I felt it was an ideal opportunity because no hotel in the UAE had ever done a wedding fair to this standard. So I took a decision 2 years ago to embark on the project. We launched the event in 2015 and it was a tremendous success. അജ്മാൻ പാലസ് ഹോട്ടലിൽ നടന്ന ഈ വേറിട്ട പ്രദർശനം കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. ഗൾഫ് ഇൻസൈറ്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.